ഒരു ദിവസം രാവിലെ 11 നാരിയത്തു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ ആകാശത്തിൽ നിന്നിറങ്ങുന്ന ആഫത്തുകളെ തൊട്ടും ഭൂമിയിൽ നിന്നുയരുന്ന ബലായിനെ തൊട്ടും അത് കാവലാണ് എന്നാണ്. അല്ലെ? രോഗങ്ങൾ ഒന്നിരിക്കൽ വരുന്നത് അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മറ്റു കാരണങ്ങളെ കൊണ്ടായിരിക്കും രോഗങ്ങൾ നമ്മെ പിടികൂടുക. അപ്പൊ ആകാശത്തിൽ നിന്നിറങ്ങുന്ന ആഫത്തുകളും ഭൂമിയിൽ നിന്നുയരുന്ന ബലായിനെ തൊട്ടും വലിയ ഒരു കവചമാണ്, തടുക്കാൻ പറ്റാവുന്ന ഒരു കവചമാണ് 11 നാരിയത്തു സ്വലാത്ത്. അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഊതി നമ്മുടെ ശരീരം ഒന്നായിട്ട് തടയുമ്പോ വലിയ ഒരു സംരക്ഷണമാകും. കാരണം ഇന്ന് പല രോഗങ്ങളും ഡോക്ടർമാർക്കും മരുന്നില്ലാതെ കൈയൊഴിക്കുന്ന അവസ്ഥയാണ്. ഞാൻ അതിലേക്ക് കടക്കല്ല, കാരണം രോഗങ്ങൾക്കും മരുന്നുണ്ട്. പക്ഷെ ആ മരുന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും സാധിക്കുന്നില്ല എന്ന് മാത്രം. കാരണം ഏത് രോഗം അള്ളാഹു ഇറക്കുകയാണെങ്കിൽ ആ രോഗത്തിനുള്ള ഷിഫാ ഇറക്കിയതിന്റെ ശേഷം രോഗം ഇറക്കുള്ളൂ എന്നാണ്.